ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞങ്ങളുടെ വീടിനടുത്തൊരു ടണൽ വന്നു. ഞങ്ങൾ ഫാമിലിയായിട്ട് അവിടെ വിസിറ്റ് ചെയ്തിരുന്നു. അതിൻ്റെ മനോഹരമായ ദൃശ്യങ്ങളാണ് നിങ്ങളിവിടെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുട്ടികളുടെ സന്തോഷമാണല്ലോ നമുക്ക് ഏറ്റവും വലുത്. പക്ഷേ അപകടകരങ്ങളായ പല സന്ദർഭങ്ങളും നമ്മൾ ഒഴിവാക്കണം. ഈ വീഡിയോയുടെ അവസാനം അത് നിങ്ങൾക്ക് മനസ്സിലാകും. വളരെ ഹാപ്പിയാണ്, അവർ രണ്ടുപേരും വളരെ ഹാപ്പിയാണ്. എന്ത് മനോഹരമായ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കൈകൊണ്ട് തൊടുന്നില്ല, നമ്മൾ ആ മത്സ്യങ്ങളെ കൈകൊണ്ട് തൊടുന്നില്ല. നമുക്ക് റൗണ്ട് ചെയ്ത് ചുറ്റും ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു, മത്സ്യങ്ങളാൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. അതും വിവിധ തരം കളറിലും പല വെറൈറ്റീസ് മത്സ്യങ്ങളാണ് അവിടെ കാണാൻ പറ്റിയിരുന്നത്. വളരെ സന്തോഷകരമായ നിമിഷങ്ങളായിരുന്നു അത്. അതിനടുത്ത ട്വിസ്റ്റാണത്. അവിടെ ഓന്തും പലതരം തത്തകളും 2 സൈസ് പാമ്പുണ്ടായിരുന്നു. അതവർ പൈസ കൊടുത്തിട്ട്, അതായത് പല റേറ്റുകളുണ്ടായിരുന്നു, അങ്ങനെ ഓരോരുത്തരും അങ്ങനെ ഇടുന്നുണ്ടായിരുന്നു. റേറ്റ് കൊടുത്തിട്ട് ഒരു പാമ്പിനെ കഴുത്തിലിട്ടാൽ 100 രൂപ, വേറൊരെണ്ണത്തിന് 200 രൂപ, ഒരു തത്തയ്ക്ക് 200, 100, 300, അങ്ങനെ പല റേറ്റ്, അങ്ങനെയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ എൻ്റെ ഹസ്ബൻഡിനെ വെല്ലുവിളിച്ചു, പറ്റുമെങ്കിൽ ഒന്ന് ഈ റിസ്ക് ഏറ്റെടുക്കാൻ. പുള്ളി വളരെ ധൈര്യമായിട്ട് പോയി അതിനെ കഴുത്തിലിട്ടു. വളരെ പാവം പിടിച്ച, എനിക്ക് തോന്നുന്നു അവർ അതിൻ്റെ ഒരു കുഴപ്പമില്ലാത്ത ഒരു 2 സൈസിലുള്ള പാമ്പുകളായിരുന്നു അത്. എഴയുമായിരുന്നു, പക്ഷേ ഒരു ഉപദ്രവവും ഇല്ലായിരുന്നു. പാവം പിടിച്ച 2 ഇഴജന്തുക്കളായിരുന്നു അത്. പക്ഷികളാവട്ടെ എല്ലാം ഒരു ഉപദ്രവവും ഇല്ലായിരുന്നു. വളരെ റിസ്ക്കായിരുന്നു. പക്ഷേ ഒരു ഇത് നമുക്ക് കണ്ടുകൊണ്ട് നിൽക്കുന്നവർക്ക് പേടി തോന്നുമെങ്കിലും ഒരു കുഴപ്പമില്ല. അവർ കയ്യിൽ ചുറ്റി വളരെ സിമ്പിളായിട്ട് വെച്ചുകൊണ്ടിരിക്കുമായിരുന്നു. വിജയശ്രീലാളിതനായിട്ട് എൻ്റെ ഹസ്ബൻഡ് വിജയിച്ചു വന്നു. എത്ര സന്തോഷം നോക്കിയേ. ഒരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനുഷ്യരെയും കാട്ടിലും സ്നേഹിക്കാൻ കൊള്ളുന്നവരാണ് ഈ മിണ്ടാപ്രാണികൾ. ഒരു ഉപദ്രവമില്ലാതെ അത് ഇണങ്ങി ചേർന്ന് കിടന്നു. ഓരോന്നിനെ റേറ്റ് ചോദിക്കുമായിരുന്നു, അതിനെത്ര ഇതിനെത്ര എന്നൊക്കെ റേറ്റ് ചോദിക്കുമായിരുന്നു. എന്തായിരുന്നാലും വിജയശ്രീലാളിതനായിട്ട് അടുത്ത തത്തയെ എടുത്ത് കൈ വെച്ചു. അത് ഒരു പ്രശ്നമില്ലാതെ അത് കയ്യിലിരുന്നു. അതിൻ്റെ വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല. ഒരു ജാറിനുള്ളിൽ ഒരു കുഞ്ഞ് പാമ്പിനെ ഇട്ടിട്ടിരിക്കുന്ന കാഴ്ചയാണ് കുറച്ച് മുമ്പ് കണ്ടത്. എൻ്റെ മോനും മക്കളുമാണ്. എത്ര കുഞ്ഞ് മത്സ്യങ്ങൾ, എന്ത് രസമായിരുന്നറിയോ, എന്ത് രസമായിരുന്നു. എൻ്റെ പേടി കണ്ടോ, എനിക്കടുത്ത് നിൽക്കാൻ പോലും പേടിയായിരുന്നു. അവർ പറഞ്ഞു, ചേച്ചി തൊട്ടോ, കുഴപ്പമില്ല തൊട്ടോ എന്നൊക്കെ പറഞ്ഞു, അടുത്ത് നിന്നോ. പക്ഷേ എനിക്ക് പേടിയായിരുന്നു. എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം ഞാൻ പോയി നിന്നതാണ് അവിടെ. ഇത്രയും പേരും അവിടെ നിൽക്കുന്നവർ ഇതിന് വില ചോദിച്ചിട്ട് അവർ ചിലർ കഴുത്തിലിടാനായിരുന്നു ഈ കിളികളെയൊക്കെ കൈ പിടിച്ച് അവർക്കൊരു രസം. അത് കണ്ടപ്പോൾ ഞങ്ങൾക്കും അത് ഒരു രസം തോന്നിയിട്ട് ചെയ്തതാണ്. ഓക്കെ.
എത്ര സന്തോഷകരമായിട്ടാണ് നിൽക്കുന്നതെന്ന് നോക്കിക്കേ. ഇതൊരു ഓന്താണ്. അവിടെ നിന്നെല്ലാം ഇറങ്ങി ഫ്ലൈയിങ് ബോട്ട് കണ്ടു. ഇത് കണ്ടപ്പോഴത്തേക്കും എൻ്റെ മൂത്ത മോക്കൊരാഗ്രഹം, ഫ്ലൈയിങ് ബോട്ടിൽ കയറണം. ശരി, ആഗ്രഹമല്ലേ. അവർ മൂവ് ചെയ്ത് തുടങ്ങി. അതിനു മുമ്പ് ഞാൻ അതിനിടയ്ക്കൊരു കാര്യം പറഞ്ഞോട്ടെ. എൻ്റെ വീഡിയോസും ഷോർട്സും ഒക്കെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇതിൻ്റെ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ പഠിച്ചു വരുന്നതേ ഉള്ളൂ. വോയിസ് ഓവറും കാര്യങ്ങളും ഒക്കെ ഞാൻ പഠിച്ചു വരുന്നതേ ഉള്ളൂ. പ്രത്യേകിച്ചൊരു സ്പീക്കറോ മൈക്കോ ഒന്നും തന്നെ ഇല്ല. എല്ലാം അത് മനസ്സിലാക്കി വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള എല്ലാ കുറവുകളും കാണും. അതെല്ലാം നിങ്ങളെല്ലാവരും സദയം ക്ഷമിക്കണം. ഈ വീഡിയോസ് കാണുമ്പോൾ ഇതെന്താണ് കാണിച്ചു വച്ചിരിക്കുന്നതെന്നൊരു തോന്നൽ നിങ്ങൾക്ക് ആർക്കും ഉണ്ടാകരുത്. പ്ലീസ് അതെല്ലാം ഉപേക്ഷിച്ചിട്ട് ഇതിൻ്റെ കണ്ടൻറ്റ് മനസ്സിലാക്കി നിങ്ങൾ ഓരോരുത്തരും ഹൃദയം കൊണ്ട് ഇത് മുഴുവനും കാണുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഒക്കെ വേണം. വളരെ ഏകാന്തതയോടെ ഒരു ഫീലിങ്, ഒരു ഏകാന്തതയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലായിരുന്നു ഞാൻ. അമ്മ മരിച്ചിട്ട് 2 വർഷങ്ങൾ കഴിഞ്ഞു. അത് കഴിഞ്ഞ് 3ാമത്തെ വർഷത്തിലോട്ട് കയറുന്നു. അപ്പോഴും എൻ്റെ മൂത്ത മകളുടെ കല്യാണമായി. ഇതെല്ലാം ഇങ്ങനെ നടന്നു വരുമ്പോൾ എനിക്ക് ഒറ്റയ്ക്കായ ഒരു ഫീലിംഗ് തോന്നിയ ആ സമയത്ത് ഞാൻ സ്വയം കണ്ടുപിടിച്ച ഒരു വഴിയാണിത്. നിങ്ങളുമായിട്ട് സഹകരിക്കുക. ഒരാൾ കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ എപ്പോഴും ഉണ്ടെങ്കിൽ നമ്മൾ ഫ്രീ ആവുമല്ലോ. എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പ്രത്യേകിച്ച് സമൂഹത്തോട് നമ്മളെപ്പോഴും ലൈവാണ്. അപ്പം നമുക്ക് ഒറ്റപ്പെടൽ അനുഭവപ്പെടില്ല. അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള എൻ്റെ ഒരു കച്ചിത്തുരുമ്പായിട്ട് ഞാൻ ഇതിനെ കാണുന്നു. എല്ലാവരും ഞാനുമായിട്ട് സഹകരിക്കുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി ഇതിൻ്റെ വിഷയത്തിലൂടെ കിടക്കട്ടെ. മോൾക്ക് ഇഷ്ടമാണെങ്കിലും മൂത്തയാൾക്ക് ഇഷ്ടമാണെങ്കിലും ഇളയാൾക്ക് ഇഷ്ടമല്ല. അവൾക്ക് ഇതുപോലുള്ള റിസ്ക് ആയിട്ടുള്ള കാര്യങ്ങൾ പേടിയാണ്, ഇതിൽ കയറുന്നതുമൊക്കെ. അപ്പം മോനുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് സമ്മതിച്ചത്. മനസ്സോടെ അവളും കയറി. പക്ഷേ ഇത് മൂവ് ചെയ്ത് തുടങ്ങിയപ്പോൾ തന്നെ ഭയങ്കര അലർച്ചയും നിലവിളിയൊക്കെ ആയിരുന്നു. ഞാനിത് വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുമ്പം കണ്ട് നിൽക്കാനേ എനിക്ക് പറ്റുന്നുള്ളൂ. ഇത് സ്പീഡിൽ പോയി തുടങ്ങുമ്പോൾ അവർക്ക് കൺട്രോൾ കിട്ടുന്നില്ലല്ലോ. ഇത് പ്രവർത്തിപ്പിക്കുന്നവർക്ക് അതിൻ്റെ കൺട്രോൾ അവരുടെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞു. ഇനി അത് സ്ലോ ആയിട്ട് വന്നു കഴിഞ്ഞിട്ടല്ലേ അത് അവർക്ക് നിർത്താനും പറ്റുള്ളൂ. ഞാനും നിർത്തുമെന്ന് പറയുന്നുണ്ട്, മോനും പറയുന്നുണ്ട്. പക്ഷേ എന്ത് ചെയ്യാനാണ്? എന്നാലും അവർ എത്രയും പെട്ടെന്ന് അവർ നിർത്തി. വളരെ അങ്ങ് ഹൈറ്റിൽ പോവാതെ തന്നെ അവർ നിർത്തി. പ്രത്യേകിച്ച് ഇവർ 3 പേരും മാത്രമേ ആ സമയത്ത് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എൻ്റെ ഒരു ഹമ്പിൾ റിക്വസ്റ്റാണ്, ഒന്നിനോടും താല്പര്യമില്ലാതെ ആരെയും നമ്മൾ ഒന്നിനും നിർബന്ധിക്കരുത്. അത് കുഞ്ഞായിക്കോട്ടെ വലുതായിക്കോട്ടെ ഇടത്തരക്കാരായിക്കോട്ടെ ആരും ഒരു പ്രോഗ്രാംസും, അതായത് കളിയല്ല ഇനി എന്താണേലും ഒരു കാര്യവും നമ്മൾ നിർബന്ധിച്ച് അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പോലും വളരെ റിസ്ക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നത് അത്ര നല്ലതല്ല. എൻ്റെ ഒരു അനുഭവമാണ് ഞാൻ പറയുന്നത്. നമ്മൾ അപകടകരങ്ങളായ പല സാഹചര്യങ്ങളും ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത്. കാരണം മോളുടെ ആ വെപ്രാളം കണ്ടു നിൽക്കാനേ എനിക്ക് സാധിച്ചുള്ളൂ ആ സമയത്ത്. അത് കഴിഞ്ഞ് അതിൽ നിന്ന് ഇറങ്ങി ഒരു 10 മിനിറ്റല്ല, ഒരു 10-25 മിനിറ്റോളം എടുത്തു ഒന്ന് ഫ്രീ ആയിട്ട് വരാനായിട്ട്. അപ്പോഴത്തേക്കും കൈയൊക്കെ ഐസായിപ്പോയി. കൈയൊക്കെ വിറയലൊരു 10-20 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് വിറയലൊക്കെ പോയത്. പിന്നെ ആൾ കൂളായി. പിന്നെ ചമ്മലായിപ്പോയി. ഞാൻ ഇവിടെ ഇരുന്ന് എന്തൊക്കെയായി കാണിച്ചതെന്ന് പറഞ്ഞുള്ളൊരു ചമ്മലായിപ്പോയി മൂക്ക്. അങ്ങനെ കാര്യങ്ങൾ എന്തായിരുന്നാലും ഭംഗിയായിട്ട് തന്നെ അവസാനിച്ചു. വളരെ ഒരു പ്രശ്നമില്ലാതെ, ഒരു പ്രോബ്ലം ഇല്ലാതെ മാറി. എന്തായാലും ഇതിങ്ങനെ തന്നെ അങ്ങ് ഈ വീഡിയോ ഞാനങ്ങ് ഇന്നത്തെ അവസാനിപ്പിക്കുവാണ്. നന്ദി.